ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഒരു ചെറിയൊരു കേക്ക് മേക്കിംഗ് വീഡിയോ ആണ്. മേക്കിംഗ് ഫുള്ളായിട്ടൊന്നുമില്ല, കുറച്ച് ഡെക്കറേഷൻ മാത്രം. നെട്ടി ബബ്ലിയാണ് ഓർഡർ ഇട്ടിരുന്നത്. കസ്റ്റമറുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി കേക്കാണ്. ബേസ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഫ്രോസ്റ്റിംഗ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. ബേസ് ആക്കിയ ശേഷം ബേസ് നന്നായി ആറിയ ശേഷം കട്ട് ചെയ്ത് 3 ലെയറായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് വെറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് കൊടുത്ത് വെറ്റ് ചെയ്ത് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ചോക്ലേറ്റും വിപ്പ് ക്രീമും കൂടെ മെൽറ്റ് ചെയ്ത് ഗണാഷാണ് ഫില്ലിങ് കൊടുക്കുന്നത്. നട്ട്സ് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കാഷ്യൂനട്ടും ബദാമും ചോക്കോസ്, ഡാർക്കും വൈറ്റും ചോക്കോസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പീനട്ട് യൂസ് ചെയ്യുന്നവരുണ്ട്, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഫില്ലിങ്സ് ആഡ് ചെയ്യാം. സൈഡെല്ലാം ക്രീം കൊടുത്തു, എന്നിട്ട് അടുത്ത ലെയർ വെച്ചു. സെയിം പ്രൊസീജിയർ തന്നെയാണ്. വെറ്റ് ചെയ്യുക, ക്രീം അപ്ലൈ ചെയ്യുക, ഫില്ലിങ്സ് കൊടുക്കുക, ലെയർ വയ്ക്കുക. സെയിം പ്രോസസ്സ് തന്നെയാണ്. സെക്കൻഡ് ലെയറും ഫില്ലിങ്സ് എല്ലാം കൊടുത്തു. കേക്ക് നല്ല സോഫ്റ്റിൽ കിട്ടി. കസ്റ്റമർക്കൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു, ഹൈറ്റ് കുറഞ്ഞാലും കുഴപ്പമില്ല, അത്യാവശ്യം വീതി കിട്ടണമെന്ന്. അപ്പോൾ 1.5 കിലോയുടെ കേക്ക് 2 കിലോയുടെ ബേസിലിട്ടിട്ടാണ് ചെയ്തെടുത്തത്. തേർഡ് ലെയർ വെച്ചു, വെറ്റ് ചെയ്ത് കൊടുത്ത് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാണ്. സൈഡിൽ നട്ട്സും മുകളിൽ ഡിസൈൻസൊക്കെ വരുന്നതുകൊണ്ട് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഫ്രോസ്റ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അത്ര നീറ്റായിട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആക്കി എടുക്കുന്നേ ഉള്ളൂ. മെയിനായിട്ട് എൻ്റെ ബേക്കിങ്ങിൽ എന്നെ ഹെൽപ്പ് ചെയ്തൊരു ടൂളാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. 1 മണിക്കൂർ കഷ്ടപ്പെട്ട് ഐസിങ് ചെയ്ത് എടുക്കുന്നത് ഞാനിപ്പോൾ 15 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ എന്നെ ഹെൽപ്പ് ചെയ്ത ഒരു സാധനമാണ് ഈ സ്ക്രാപ്പർ. ഞാനിത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്, പക്ഷേ ഇത് വന്ന ശേഷം എൻ്റെ ഐസിങ് ഭയങ്കര ഈസി ആയിട്ട് തോന്നി എനിക്ക്. ഈ സ്ക്രാപ്പർ വെച്ച് ഷേപ്പ് ചെയ്ത ശേഷം എക്സ്ട്രാ എവിടെയെങ്കിലുമൊക്കെ വിട്ടുപോയ ഭാഗത്ത് ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചുറ്റിച്ച് കഴിഞ്ഞാൽ നീറ്റായിട്ട് കിട്ടും. ബേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് വന്ന ശേഷമാണ് എനിക്ക് കുറച്ചുകൂടെ ബേക്കിംഗ് ഈസി ആയിട്ട് തോന്നിയത്. സെയിം സ്ക്രാപ്പർ വെച്ച് തന്നെ ഈസി ആയിട്ട് മോൾ ഭാഗം ലെവൽ ചെയ്തെടുക്കാൻ പറ്റും. പേരെഴുതാനുള്ള സ്പേസിന് വേണ്ടി എവിടെ വെക്കണം എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. ഫൈനലി ഞാനൊരവിടെ ഫിക്സ് ചെയ്തു. ഒരു ലെയർ ഫസ്റ്റ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ചായയരിപ്പിൽ ഒന്നിട്ട് തട്ടി കൊടുക്കുക. ഫുൾ കംപ്ലീറ്റ് മോൾ ഭാഗം കവറാവുന്ന പോലെ. നട്ടി ബബ്ലി എന്ന് പറയുമ്പോൾ ബബിൾസ് ആണല്ലോ, ആ ബബിൾസാണ് ഇപ്പോൾ ആക്കിക്കൊണ്ടിരിക്കുന്നത്. വിപ്പിംഗ് ക്രീമും വൈറ്റ് ചോക്ലേറ്റും കൂടെ മെൽറ്റ് ചെയ്ത ഗണാഷ് ഉണ്ടായിരുന്നല്ലോ, ഫില്ലിങ്സ് കൊടുത്തിരുന്നത്, അതാണ് ഇവിടെ ബബിൾസ് പോലെ ഇട്ട് കൊടുക്കുന്നത്. എന്ത് ചെയ്യുമ്പോഴും ഓവറാക്കി ചളവാക്കണ ഒരു കഴിവ് ജന്മന കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഇവിടെയും ഞാനൊരു ബബിളിനെ കുളമാക്കി വെച്ചു. ബബിൾസ് എല്ലാം കൊടുത്ത ശേഷം വീണ്ടും അതിന് മുകളിൽ ബൂസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എഴുതാനുള്ള സ്പേസ് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചോക്ലേറ്റ് ഗണാഷ് ഉണ്ടാക്കാനുള്ള മടി കൊണ്ട് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് തന്നെ എഴുതാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. റൈറ്റിംഗ് എനിക്ക് കുറച്ച് ടാസ്ക്കായ പരിപാടിയാണ്, അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് എഴുതിയത്. ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ഷുഗർ ബോൾസ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സിൽവർ കളറാണ് എടുത്തിരിക്കുന്നത്. ചെറിയ നോസിലിട്ട് ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. സൈഡിലൊക്കെ നട്ട്സ് വെച്ച് ഫില്ല് ചെയ്യാണ്. ഫുൾ നട്ട്സ് കൊണ്ട് കവർ ചെയ്യണം. അത് കഴിഞ്ഞൊരു ടോപ്പറും കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ്. ഫൈനലി ടോപ്പറും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തു. കേക്കിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ഔട്ട്പുട്ട്. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.